ദേശക്ഷേത്രമാണിത്. അവിടുത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് എൻ്റെ എപ്പോൾ ഞാനിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നല്ലൊരു അമ്പലമാണ് എന്ന് പറയുന്ന അത്രയും നല്ല ശക്തിയുള്ളൊരു അമ്പലമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വരിക. ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ ഇടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ട്യൂഷന് കുട്ടികൾ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഈ അമ്പലം എന്ന് വെച്ചാൽ അത്രയും ശക്തിയല്ല. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മാതൃസമിതിയാണ് മെയിനായിട്ട് ഈ അമ്പലം മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ രാജേഷ് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഓടിയെത്തും. പിന്നെ ഇവിടെ സുരേഷ് നമ്പീഷ് എന്ന് പറയുന്ന ഒരാളെ സെക്രട്ടറി, അയാളെ കെയർ ഓഫ്, അയാളാണ് ഇതിനെ ഒന്നൊന്ന് പൊന്തിച്ച് ഈ അമ്പലം കൊണ്ടുവരുന്നത്. പിന്നെ പ്രഭാരൻ നമ്പ്യാർ എല്ലാവരും. പക്ഷേ ഇവിടുന്ന് ഭഗവാന്റെ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇന്ന് വന്നത് തന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ ശാന്തിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മോൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും സ്വാമി എനിക്ക് പൂജിച്ച് തന്നു. ഞാൻ പൂജിക്കാൻ കൊടുത്തു. പൂജിച്ച് അത്രയും എനിക്ക് വിശ്വാസമുള്ളത്. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ വന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ ഈ മണ്ഡപത്തിലാണ് ഞാനൊരു കൃഷ്ണൻ്റെ പാട്ട് പാടിയിരുന്നു. ഇവിടുത്തെ പിന്നെ ഭജനസമിതിയിലെ സാറാണ് എന്നെ പഠിപ്പിച്ചത്. സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാനൊരു കൃഷ്ണൻ്റെ പാട്ട് പാടി. അന്ന് മുതലാണ് ഞാൻ ഉയർന്ന് വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആരെന്ത് കഴിവുണ്ടെങ്കിലും അത് അടിച്ചമർത്തി നിൽക്കാൻ പാടില്ല. സാറിൻ്റെ പേര് എന്നോട് പറഞ്ഞു. സാറേ എന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് സാറിൻ്റെ പേര് പറഞ്ഞു. എന്തുവാണ് 1 വയസ്സായില്ല എനിക്ക്. അപ്പോൾ എല്ലാം മെമ്മറിയിൽ നിൽക്കുന്നില്ല. അതാണ് കേട്ടോ സാറിൻ്റെ പേര്. ഞാൻ അടുത്ത വീഡിയോയിലിടുന്നതാണ്. ഇപ്പോൾ അടുത്ത് ഇവിടുന്ന് ഗുരുവായൂരമ്പലത്തിലേക്ക് പാട്ടെല്ലാം പാടാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ പേര് സാറിൻ്റെ കിട്ടുന്നില്ലല്ലോ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിലെല്ലാം പറയാം. പിന്നെ ഇവിടെ ഇതെല്ലാം ഭയങ്കര പുരാതന എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ആകെ നീർന്നിച്ച് കിടക്കുന്ന അമ്പലമായിരുന്നു. ഇതെല്ലാവരും ഏറ്റെടുത്ത് സുരേഷ് നമ്പീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെയാണ് ഈ അമ്പലത്തിൻ്റെ മേൽനോട്ടം. ഇനി അടുത്ത മാസം മുതൽ ഇവിടെ ഒരു കല്യാണ വീട് പോലെയാണ്. അത്രയും ആൾക്കാരെല്ലാം വരും. വിശപ്പ് എന്ന് പറയുന്ന ഈ കിട്ടുന്ന മുക്കാഭാഗം എനിക്ക് തോന്നുന്നു ഇവിടെ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് തോന്നുന്നു. അത്രയും ആൾക്കാർ ഇവിടെ വരും. രാവിലത്തെ ഭക്ഷണം, പിന്നെ